സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി നിർമ്മിച്ച കടമുറി പൊളിച്ചുമാറ്റാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശി രാധികയാണ് പഞ്ചായത്ത് അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏരൂർ പഞ്ചായത്തിലെ പുഞ്ചിരിമുക്കിന് സമീപം താമസിക്കുന്ന രാധികയുടെ വസ്തു കയ്യേറിയാണ് സമീപവാസിയായ സ്വകാര്യ വ്യക്തി കടമുറി നിർമ്മിച്ചത്. പഞ്ചായത്തിന്റെയും PWD ചട്ടങ്ങൾ ലംഘിച്ചുമാണ് കടമുറികൾ നിർമ്മിച്ചത്. നിരവധി തവണ രാധിക പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ രാധിക താമസിക്കുന്ന വീടും പൊളിച്ചു മാറ്റണമെന്നാണ് പഞ്ചായത്തിൽ നിന്നും നിർദ്ദേശം നൽകിയത്. രാധിക താമസിക്കുന്ന താൽക്കാലിക ഷെഡ് പൊളിച്ചുമാറ്റി മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അനധികൃതമായി കെട്ടിയ കടമുറി ഇതുവരെയും പൊളിച്ചു മാറ്റിയില്ലെന്ന് രാധിക പറയുന്നു. ഞങ്ങൾ താൽക്കാലികമായ ഒരു ഷെഡിൽ താമസിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് 2 മുറി ഷട്ടർ കടയും ഒരു റൂമുമായിട്ടാണ് തിരിച്ചിരുന്നത്, ഓഫീസുമായിട്ടാണ് തിരിച്ചിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പൊളിച്ചു മാറ്റേണ്ടത്. ഞങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് ഞാൻ പൊളിച്ചു മാറ്റിയിട്ട് ഇന്ന് ഇതുവരെയും നിൽക്കുന്നത്. ഇന്ന് ഏപ്രിൽ മാസം വരെ ആയിട്ട് പോലും ഫെബ്രുവരി കൊടുത്തതിന്റെ ഉത്തരവിന് പോലും മറുപടി കിട്ടിയിട്ടില്ല. ഇങ്ങനെ നിൽക്കുക. രാധികയ്ക്ക് ആകെയുള്ള 3 സെന്റിലാണ് സ്വകാര്യ വ്യക്തി കടമുറി നിർമ്മിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും അത് നടപ്പാക്കാതെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഏരൂർ പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് രാധിക ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.